നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമാധാന ശ്രമങ്ങളിൽ കല്ലുകടിയായി ഉക്രൈനെതിരെ ആക്രമണം തുടർന്ന് റഷ്യ. ഉക്രൈന്റെ തെക്കൻ നഗരമായ ഒഡേസയിൽ ബുധനാഴ്ചയും റഷ്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തി. കെർസണിലും കുപ്പിയൻസ്കിലും ബോംബിട്ട് റഷ്യ. ഉക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും ഉടൻ മാറിയില്ലെങ്കിൽ ഉക്രൈൻ അവശേഷിക്കില്ലെന്നും ട്രംപ്. സെലൻസ്കിയെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവെന്ന് പിന്തുണച്ച് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റിൽ വെട്ടിക്കുറവ് വരുത്താൻ പെന്റഗണോട് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം. US നിയമവിരുദ്ധമായി തുടരുന്ന കുടിയേറ്റ ജനങ്ങൾക്കുള്ള ഫെഡറൽ ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ട്രംപ്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്നുള്ള അനധികൃത റിക്രൂട്ട്മെന്റ് തടയാൻ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് കേരള സർക്കാർ. ഇംഗ്ലണ്ടിലും വെയിൽസിലും കത്തി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കാൻ സർക്കാർ. കത്തി ഓൺലൈനായി വിതരണം ചെയ്യുന്നവരും കുടുങ്ങുമെന്ന് പോലീസ് മന്ത്രി ഡയന ജോൺസൺ. ദുരൂഹ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് 3 ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഓസ്ട്രേലിയ കടുത്ത ആശങ്കയിൽ. ശീതള പാനീയ ബ്രാൻഡായ കാംബക്കോള UAEയിൽ പുറത്തിറക്കി റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്ന് വത്തിക്കാൻ. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ കനത്ത ബാക്ടീരിയ ജാഗ്രതയെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലപാട് കുംഭമേളയെ അപകീർത്തിപ്പെടുത്താനെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പാലക്കാട് ബ്രൂവറി ആരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ ശക്തി എതിർക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. IPL 18ാം സീസൺ മത്സരക്രമം പ്രഖ്യാപിച്ചു. മാർച്ച് 22 സീസൺ തുടങ്ങും. മെയ് 25 കലാശ പോരാട്ടം. വാർത്തകൾ വിശദമായി. യുദ്ധം നിർത്താനുള്ള സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഉക്രൈനെതിരെ ആക്രമണം ശക്തമാക്കി റഷ്യ. ഉക്രൈന്റെ തെക്കൻ നഗരമായ ഒഡേസയിൽ ബുധനാഴ്ച തുടർച്ചയായ 2ാം രാത്രിയിലും റഷ്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തി. ഏകദേശം 90,000 പേര് വൈദ്യുതി തടസ്സവും താപനം നഷ്ടപ്പെട്ടതും മൂലം ദുരിതത്തിലായതായി റീജിയണൽ ഗവർണർ ഒലെഹ് കൈപ്പറും പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയും പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഖാർക്കീവിന് കിഴക്കുള്ള ഉക്രൈന്റെ വടക്ക് കിഴക്കൻ നഗരമായ കുപ്പിയാൻസ്കിലും പരിസരത്തും ബുധനാഴ്ച ഒരു റഷ്യൻ ഗൈഡഡ് ബോംബ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്നും വിവരമുണ്ട്. കുപ്പിയാൻസ്കിലെ ജനവാസ മേഖലയിലാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയത്. തെക്കൻ ഉക്രൈനിയൻ നഗരമായ കെർസണിൽ റഷ്യൻ സൈന്യം ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഗൈഡഡ് ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഉക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് അധികാരത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഉക്രൈൻ എന്ന രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപിന്റെ വിമർശനം. സെലൻസ്കി യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല, ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് അയാൾ മിടുക്ക് കാട്ടിയത്. അതേസമയം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിജയകരമായ ശ്രമങ്ങൾ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറയുന്നു. ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റിനെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ വോളോദിമിർ സെലൻസ്കിയെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവെന്ന് പിന്തുണച്ച് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഇതോടെ ഉക്രൈൻ വിഷയത്തിൽ ട്രംപും സ്റ്റാർമറും ഒരിക്കലും അടുക്കാത്ത വിധം 2 തട്ടിലായി. ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി എതിർക്കാൻ യൂറോപ്യൻ നേതാക്കളിൽ കെയർ സ്റ്റാർമർ അല്ലാതെ മറ്റാരും മുതിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്തിന് സെലൻസ്കി നടത്തിയില്ല എന്ന ട്രംപിന്റെ പരിഹാസത്തിന് പിന്നാലെ ബുധനാഴ്ച കെയർ സ്റ്റാർമർ സെലൻസ്കിയെ വിളിച്ച് 2ാം ലോക മഹായുദ്ധ സമയത്ത് UK ചെയ്തതുപോലെ യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നത് തികച്ചും ന്യായയുക്തമാണെന്ന് നീതീകരിച്ചു. സെലൻസ്കിയുടെ 5 വർഷത്തെ കാലാവധി 2024 മെയ് മാസത്തിൽ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ റഷ്യയുടെ അധിനിവേശത്തെ തുടർന്ന് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റിൽ വെട്ടിക്കുറവ് വരുത്താൻ പെന്റഗണിനോട് ശക്തമായി ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം. 17 വിഭാഗങ്ങളിലാണ് വെട്ടിക്കുറയ്ക്കൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെബ്രുവരി 24 നിർദ്ദിഷ്ട വെട്ടിക്കുറവുകൾ തയ്യാറാക്കാൻ ഹെഗ്സത്ത് ഉത്തരവിട്ടു. തെക്കൻ US അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ, ആണവായുധങ്ങളുടെയും മിസൈൽ പ്രവർത്തനങ്ങളുടെയും പ്രതിരോധത്തിന്റെയും ആധുനികവൽക്കരണം, വൺ വേ അറ്റാക്ക് ഡ്രോണുകളുടെയും മറ്റ് യുദ്ധോപകരണങ്ങളുടെയും ഏറ്റെടുക്കൽ എന്നീ വിഭാഗങ്ങളിൽ അടുത്ത 5 വർഷത്തിൽ ഓരോന്നിനും $10,000 നിർദ്ദിഷ്ട വെട്ടിക്കുറവുകളിൽ ഉൾപ്പെടും. കുടിയേറ്റം തടയാനുള്ള നീക്കങ്ങളിൽ ഏറ്റവും കനത്ത ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. നിയമവിരുദ്ധമായി തുടരുന്ന US ജനങ്ങൾക്കുള്ള ഫെഡറൽ ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ്. നിയമവിരുദ്ധമായി വിദേശികൾക്ക് US നികുതിദായകർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവസാനിപ്പിക്കാനാണ് ഉത്തരവിന്റെ ശ്രമമെന്ന് വൈറ്റ് ഹൗസ് ന്യായീകരിച്ചു. എന്നാൽ ഏതൊക്കെ ആനുകൂല്യങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമല്ല. അടിയന്തര വൈദ്യസഹായം ഒഴികെ ഒരു ആനുകൂല്യത്തിനും രാജ്യത്തെ നിയമവിരുദ്ധമായി കഴിയുന്നവർക്ക് അർഹതയില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി.
1982 സുപ്രീം കോടതി വിധി പ്രകാരം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പരിഗണിക്കാതെ കുട്ടികൾക്ക് സൗജന്യ പൊതുവിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് നിലവിൽ. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാവിലെ രാംലീല മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ക്രിക്കറ്റ് സിനിമാ താരങ്ങൾ എന്നിവർ പങ്കെടുത്തു. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജേന്ദർ ഗുപ്തയാണ് പുതിയ നിയമസഭാ സ്പീക്കർ. കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തി സുരക്ഷിത കുടിയേറ്റം സാധ്യമാക്കുന്നതിന് നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കാൻ 10-അംഗ സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തിവരുന്നുണ്ടെങ്കിലും അനധികൃത റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ കെണിയിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. കേരളത്തിൽ നിന്നുള്ള അനധികൃത റിക്രൂട്ട്മെന്റ് തടയുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിനും സംസ്ഥാന തലത്തിൽ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാകുമോ എന്ന് പരിശോധിക്കണമെന്നുള്ള 4-ാം ലോക കേരള സഭയുടെ സുപ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 10-അംഗ സമിതിയെ നിയോഗിച്ച സർക്കാർ നടപടി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, കേരള DGP, നോർക്ക വകുപ്പ് സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി, നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ, ലോക കേരള സഭാ സെക്രട്ടറി ഡയറക്ടർ, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, NRI സെൽ പോലീസ് സൂപ്രണ്ട്, IIMAD ചെയർമാൻ ഡോക്ടർ ഇരുദയ രാജൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ, ഏജന്റുമാർ, ഇടനിലക്കാർ തുടങ്ങിയവർ നിയമപരിമിതികൾ മനസ്സിലാക്കി കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന പ്രവണതയുണ്ട്. കേരളത്തിൽ നിന്നുള്ള അനധികൃത റിക്രൂട്ട്മെന്റ് തടയുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിനും സംസ്ഥാന തലത്തിൽ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാകുമോ എന്ന് പരിശോധിക്കണമെന്നുള്ളത് 4-ാം ലോക കേരള സഭയുടെ സുപ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4-ാം ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് രീതികൾ കാര്യക്ഷമമാക്കുന്നതിന് വിവിധ ദേശീയ അന്തർദേശീയ ഏജൻസികളെയും വിദഗ്ധരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്രെയിൻ സ്റ്റോർമിംഗ് സെക്ഷൻ 2024 ഒക്ടോബർ 28-ന് സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് മേഖലയിലെ നിയമനിർമ്മാണ സാധ്യത പഠിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കണമെന്ന് യോഗം ശുപാർശ ചെയ്തു. ഈ സെക്ഷനിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളെ അധികരിച്ച് വിശദമായ ഒരു പഠന റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തലത്തിൽ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാകുമോ എന്ന് പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നിയമനിർമ്മാണ രൂപീകരണത്തിനുള്ള സാധ്യതാ പഠനത്തിനൊപ്പം കരട് പോളിസി നോട്ട് പരിശോധനയും തുടർ നടപടികളും കമ്മിറ്റി ശുപാർശ ചെയ്യും. US മധ്യസ്ഥതയിലുള്ള സമാധാന കരാറുണ്ടായാൽ ഉക്രൈനിയൻ നഗരങ്ങളിലും തുറമുഖങ്ങളിലും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലും ഭാവിയിൽ റഷ്യ ഒരു ആക്രമണം നടത്തുന്നത് തടയാൻ ഉദ്ദേശിച്ചുള്ള ഒരു യൂറോപ്യൻ ആശ്വാസ സേന റീഅഷുറൻസ് ഫോഴ്സ് സൃഷ്ടിക്കുന്നതിന് ബ്രിട്ടനും ഫ്രാൻസും ശ്രമം തുടങ്ങി. റീഅഷുറൻസ് ഫോഴ്സിൽ 30,000-ൽ താഴെ സൈനികർ മാത്രമേ ഉണ്ടാകൂ എന്നും വ്യോമ സമുദ്ര പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പറയുന്നു. വാണിജ്യ വിമാനങ്ങൾക്ക് ഉക്രൈൻ്റെ വ്യോമാതിർത്തി സുരക്ഷിതമായി വീണ്ടും തുറക്കുന്നത് ഉറപ്പാക്കുകയും കരിങ്കടലിന് മുകളിലൂടെയുള്ള കടൽമാർഗ്ഗ വ്യാപാരത്തിൻ്റെ സുരക്ഷ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് സേനയുടെ ലക്ഷ്യം. ഇത് രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ കയറ്റുമതിക്ക് നിർണായകമാണ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും കത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കങ്ങളെ പോലീസ് ക്രൈം മന്ത്രി ഡയാന ജോൺസൺ ന്യായീകരിച്ചു. യുവാക്കൾ കത്തി കൈവശം വയ്ക്കുന്നതിൽ മാത്രമല്ല, ആയുധങ്ങളുടെ ഓൺലൈൻ വിൽപ്പനയിലും വിതരണത്തിലും സർക്കാർ നടപടി കടുപ്പിക്കുമെന്നും ഡയന പറഞ്ഞു. കുറ്റവാളികൾ തിങ്ങി നിറഞ്ഞ ഇംഗ്ലണ്ടിലെ ജയിൽ ശിക്ഷ പ്രതിസന്ധിക്കിടയിലും കടുത്ത നടപടിയില്ലാതെ മറ്റു പോംവഴിയില്ലെന്നും ഡയന പറഞ്ഞു. ഓൺലൈൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ബൾക്കായുള്ള കത്തിയുടെ വാങ്ങലോ സംശയാസ്പദമായ വാങ്ങലോ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ UK സർക്കാരിൻ്റെ ഇടപെടലുക്കെതിരെ പ്രതികരിച്ച കേസിൽ വിസിൽ ബ്ലോവർ കൂടിയായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയെ പിരിച്ചുവിട്ട നടപടി അന്യായമെന്ന് കോടതി ഉത്തരവ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ജോസി സ്റ്റുവർട്ട് സർക്കാരിനെതിരെ അന്യായമായി പിരിച്ചുവിട്ട് നൽകിയ കേസിൽ വിജയിക്കുകയായിരുന്നു. അഫ്ഗാനിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ക്രമരഹിതമായ പിൻവാങ്ങലിനെയും കാബൂളിൽ നിന്നും ഒരു വളർത്തുമൃഗ ചാരിറ്റിയെ ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ബോറിസ് ജോൺസന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് തെളിവുകൾ BBC-യിലൂടെ പുറത്തുവിട്ടതിന് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരിയാണ് ജോസി സ്റ്റുവർട്ട്. UK-യിലെ പൊതുസേവന പ്രക്ഷേപകരായ BBC-യെ വിവരങ്ങളുമായി സമീപിക്കുന്നത് ന്യായമാണെന്ന് ട്രിബ്യൂണൽ കണ്ടെത്തി. ദുരൂഹ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് 3 ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ രാജ്യം കടുത്ത ആശങ്കയിൽ. ചൈനീസ് കപ്പലുകളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ദക്ഷിണ ചൈന കടലിലൊരു ചൈനീസ് വിമാനം ഒരു ഓസ്ട്രേലിയൻ സൈനിക വിമാനത്തിന് മുന്നിൽ ഫ്ലയറുകൾ പുറപ്പെടുവിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി കപ്പലുകളായ ജിയാങ്കായ്, റെൻഹായ്, ഫുച്ചി എന്നീ 3 യുദ്ധക്കപ്പലുകളാണ് വടക്ക് കിഴക്കൻ ക്യൂൻസ്ലാൻഡിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ജർമ്മൻ പാർലമെന്റായ ബുണ്ടസ്ടാഗിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം വിനിയോഗിച്ചത് 4 ജർമ്മൻ പൗരന്മാർ. ഇതാദ്യമാണ് കേരളത്തിൽ നിന്നുള്ള തപാൽ വോട്ടുകൾ ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത്. റെയ്നർ ഹെൽബിംഗ്, യൂട്ട ഹെൽബിംഗ്, എവ്ലിൻ കിറൻ, വെറോണിക്ക ഷുറാവ്ലേവ എന്നിവരാണ് കേരളത്തിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം
തിരുവനന്തപുരത്തെ ജർമ്മൻ കോൺസുലേറ്റിലെത്തി തപാൽ വോട്ട് രേഖപ്പെടുത്തിയത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ FMCG വിഭാഗമായ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് തങ്ങളുടെ ശീതള പാനീയ ബ്രാൻഡായ ക്യാമ്പക്കോള ഇതാദ്യമായി UAE പുറത്തിറക്കി. ഇതോടെ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കുള്ള വിപണി ഇടപെടലിന് തുടക്കം കുറിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ സോഴ്സിംഗ് ഇവന്റായ ഗൾഫ് ഫുഡിൽ വച്ചായിരുന്നു മുൻനിര F&B ഗ്രൂപ്പായ അക്തിയ ഗ്രൂപ്പുമായി സഹകരിച്ച് UAE ക്യാമ്പക്കോള വിപണിയിൽ എത്തിച്ചത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഇന്ത്യൻ ബ്രാൻഡായ ക്യാമ്പയുമായി UAE വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിൽ തങ്ങൾ സന്തുഷ്ടരാണെന്ന് RCPL CEO ഖേദൻ മോഡി അഭിപ്രായപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്ന് വത്തിക്കാൻ സഹപ്രവർത്തകരുമായി ഫ്രാൻസിസ് പാപ്പ സംസാരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മാർപ്പാപ്പയെ സന്ദർശിച്ചു. മാർപ്പാപ്പയെ റോമിലെ ജെമ്മലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. തങ്ങൾ പതിവ് പോലെ തമാശ പറഞ്ഞെന്നും അദ്ദേഹത്തിന് നർമ്മബോധം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ജോർജിയ മെലോണി പ്രസ്താവനയിൽ പറഞ്ഞു. പോപ്പ് ഫ്രാൻസിസിനെ കണ്ട് സംസാരിച്ചെന്നും എത്രയും വേഗം രോഗമുക്തി ഉണ്ടാകട്ടെ എന്നും മെലോണിയ വ്യക്തമാക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്ത തുടരും. വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ കനത്ത ബാക്ടീരിയ ജാഗ്രത. മഹാകുംഭമേളയിലെ നദീജലത്തിൽ ഉയർന്ന അളവിൽ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിസർജ്യത്തിൽ നിന്നും കലർന്നതാണെന്നും അതിനാൽ കുളിക്കാൻ അനുയോജ്യമല്ലെന്നും ഇന്ത്യയിലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ അതോറിറ്റി പരിസ്ഥിതി ട്രിബ്യൂണലിനെ അറിയിച്ചു. ബാക്ടീരിയകളുടെ അളവ് കുളിക്കാൻ അനുവദനീയമായ അളവിന്റെ 3 ഇരട്ടി മുതൽ 19 മടങ്ങ് വരെ കൂടുതലാണെന്നാണ് ബോർഡ് ദേശീയ ഹരിത ട്രിബ്യൂണലിനെ അറിയിച്ചത്. മഹാകുംഭമേളയിലെ നദീജലത്തിൽ ഉയർന്ന അളവിൽ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ടെന്നും കുളിക്കാൻ യോഗ്യമല്ലെന്നുമുള്ള കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാടിനെ തള്ളി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ത്രിവേണിയിലെ ജലം സ്നാനം ചെയ്യാൻ മാത്രമല്ല കുടിക്കാനും യോഗ്യമാണെന്നും നിലവിലുള്ള ആരോപണങ്ങൾ കുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മത്തിനും ഗംഗാ നദിക്കും മഹാകുംഭമേളയ്ക്കും ഇന്ത്യക്കുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ത്രിവേണിയിൽ പുണ്യസ്നാനം നടത്തുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസം വെച്ച് കളിക്കുന്നതിന് തുല്യമാണെന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി. ഇനി കേരള ഹൈലൈറ്റ്സ്. ബ്രൂവറി ആരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ ശക്തിയെ എതിർക്കുന്നുവെന്നും ഒരു കാരണവശാലും അത് ആരംഭിക്കാൻ സമ്മതിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാധാരണ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് CPI അപമാനിക്കുന്നതെന്നും ഇത്തവണ MN സ്മാരകത്തിൽ പോയി മുഖ്യമന്ത്രി അപമാനിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രൂവറിക്ക് കോള കമ്പനിയേക്കാൾ വെള്ളം ആവശ്യമാണെന്നും മലമ്പുഴയിൽ ആവശ്യത്തിന് വെള്ളമില്ലെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഒരു കാരണവശാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരെല്ലാം കൂടി തീരുമാനിച്ചതാണല്ലോ കേരളയിൽ. നടന്നില്ലല്ലോ. ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല. അല്ല, ഞാൻ തയ്യാറാണല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ ചെല്ലുവിളിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചാണ്. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർ പാലിക്കേണ്ട ചില മര്യാദകളും നിബന്ധനകളുമുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ യാത്ര മുടങ്ങുമെന്ന് ഉറപ്പാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബാഗേജിൽ കനം കൂടുതലാണല്ലോ എന്ന് ചോദിച്ചത് ഇഷ്ടപ്പെടാതെ ബോംബാണെന്ന് മറുപടി പറഞ്ഞ കോഴിക്കോട് സ്വദേശിയുടെ യാത്ര മുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി കൊലാലംപൂരിലേക്ക് പുറപ്പെട്ട തായ് എയർ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ റഷീദിന്റെ യാത്രയാണ് മുടങ്ങിയത്. സംഭവത്തിൽ റഷീദിനെതിരെ പോലീസ് കേസെടുത്തു. ലഗേജിന്റെ നിശ്ചിത പരിധിയിൽ കൂടുതൽ സാധനങ്ങളുണ്ടായാൽ ഒഴിവാക്കാൻ അധികൃതർ ആവശ്യപ്പെടാറുണ്ട്. ഈ ചോദ്യം ഇഷ്ടപ്പെടാതിരുന്ന യാത്രക്കാരന്റെ ഒറ്റ മറുപടിയാണ് യാത്ര മുടങ്ങാൻ കാരണം. ബോംബ് ഭീഷണി ഉണ്ടായാൽ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യോമയാന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ നടപടിയെന്ന് വിമാനത്താവള അധികൃതരും വ്യക്തമാക്കി. കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം RTO TM ജെയ്സണെതിരെ എക്സൈസ് കേസെടുക്കും. വീട്ടിൽ അനധികൃതമായി 49 കുപ്പി വിദേശ മദ്യം സൂക്ഷിച്ചെന്ന നടപടി. ജെയ്സന്റെ ബാങ്ക് നിക്ഷേപത്തിന്റെ രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു. കൈക്കൂലിയായി വാങ്ങിയ പണവും കണ്ടെടുത്തു. ഈ പണം ഉപയോഗിച്ചാണ് ജെയ്സന്റെ ഭൂരിഭാഗം നിക്ഷേപങ്ങളും എന്നും പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ നിന്നും വിദേശ നിർമ്മിത മദ്യത്തിന്റെ വൻ ശേഖരമാണ് കണ്ടെടുത്തത്. ബസിന്റെ പെർമിറ്റ് പുതുക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടതിനാണ് RTO പോലീസ് പിടിയിലായത്. ഇനി ഇന്നത്തെ പൗണ്ട് റേറ്റ്. ഒരു പൗണ്ട് 109.29 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.73 രൂപ, ഒരു യൂറോ 90.47 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളേഴ്സ്. പതിനേഴുകാരിയായ ദേശീയ പവർ ലിഫ്റ്റിംഗ് താരത്തിന് ജിമ്മിൽ ദാരുണാന്ത്യം. രാജസ്ഥാനിലെ ബിക്കാനറിലെ ജിമ്മിലാണ് യുവതാരത്തിന്റെ അന്ത്യമുണ്ടായത്. പവർ ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ യാഷ്തിക ആചാര്യയാണ് പരിശീലനത്തിനിടെ മരിച്ചത്. 270 കിലോ ഉയർത്തുന്നതിനിടെ ബാലൻസ് തെറ്റി വെയിറ്റ് ബാർ വീണ് കഴുത്തൊടിയുകയായിരുന്നു. ഉടനെ പെൺകുട്ടിയെ PBM ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്.
ആചാര്യ ചൗക്ക് ഏരിയയിലെ ഒരു സ്വകാര്യ ജിമ്മിൽ യാഷ്തിക പരിശീലകന്റെ നിരീക്ഷണത്തിൽ 270 കിലോ സ്ക്വാട്ടിന് തയ്യാറെടുക്കുകയായിരുന്നു. ബാർ തൊഴിലെടുത്തെങ്കിലും ബാലൻസ് തെറ്റി ഗ്രിപ്പിൽ നിന്നും തെന്നിയ ബാർ കഴുത്തിൽ വീഴുകയായിരുന്നു. പരിശീലകനും മറ്റുള്ളവരും ചേർന്ന് ബാർ മാറ്റി കുട്ടിക്ക് CPR നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. IPL 18ാം സീസൺ മത്സരക്രമം പ്രഖ്യാപിച്ചു. മാർച്ച് 22-ന് സീസൺ തുടങ്ങും. ഉദ്ഘാടന മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേരിടും. 13 വേദികളിലായി ഫൈനൽ ഉൾപ്പെടെ 74 മത്സരങ്ങൾ നടക്കും. ഫൈനൽ മെയ് 25-ന് കൊൽക്കത്തയിൽ വെച്ച് നടക്കും. മാർച്ച് 23-ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം ചെന്നൈയിൽ നടക്കും. മലയാളി താരം സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം മാർച്ച് 26-ന് ഗുവാഹത്തിയിൽ വെച്ച് നടക്കും. കൊൽക്കത്തയാണ് എതിരാളികൾ. മെയ് 20-നാണ് ആദ്യ ക്വാളിഫയർ. മെയ് 21-ന് എലിമിനേറ്ററും മെയ് 23-ന് രണ്ടാം ക്വാളിഫയറും അരങ്ങേറും. മെയ് 25-നാണ് കലാശ പോരാട്ടം. ക്വാളിഫയർ 1-ഉം എലിമിനേറ്ററും ഹൈദരാബാദിലാണ്. രണ്ടാമത്തെ ക്വാളിഫയറും ഫൈനലും കൊൽക്കത്തയിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമാധാന ശ്രമങ്ങളിൽ കല്ലുകടിയായി ഉക്രൈനെതിരെ ആക്രമണം തുടർന്ന് റഷ്യ. ഉക്രൈന്റെ തെക്കൻ നഗരമായ ഒഡേസയിൽ ബുധനാഴ്ചയും റഷ്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തി. കെർസണിലും കുപ്പിയൻസ്കിലും ബോംബിട്ട് റഷ്യ. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും ഉടൻ മാറിയില്ലെങ്കിൽ ഉക്രൈൻ അവശേഷിക്കില്ലെന്നും ട്രംപ്. സെലൻസ്കിയെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവെന്ന് പിന്തുണച്ച് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റിൽ വെട്ടിക്കുറവ് വരുത്താൻ പെന്റഗണോട് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം. US-ൽ നിയമവിരുദ്ധമായി തുടരുന്ന കുടിയേറ്റ ജനങ്ങൾക്കുള്ള ഫെഡറൽ ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ട്രംപ്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്നുള്ള അനധികൃത റിക്രൂട്ട്മെന്റ് തടയാൻ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് കേരള സർക്കാർ. ഇംഗ്ലണ്ടിലും വെയിൽസിലും കത്തി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കാൻ സർക്കാർ. കത്തി ഓൺലൈനായി വിതരണം ചെയ്യുന്നവരും കുടുങ്ങുമെന്ന് പോലീസ് മന്ത്രി ഡയന ജോൺസൺ. ദുരൂഹ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് 3 ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഓസ്ട്രേലിയ കടുത്ത ആശങ്കയിൽ. ശീതള പാനീയ ബ്രാൻഡായ ക്യാമ്പക്കോള UAE-യിൽ പുറത്തിറക്കി റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്ന് വത്തിക്കാൻ. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ കനത്ത ബാക്ടീരിയ ജാഗ്രതയെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. ബോർഡ് നിലപാട് കുംഭമേളയെ അപകീർത്തിപ്പെടുത്താനെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പാലക്കാട് ബ്രൂവറി ആരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ ശക്തി എതിർക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. IPL 18ാം സീസൺ മത്സരക്രമം പ്രഖ്യാപിച്ചു. മാർച്ച് 22-ന് സീസൺ തുടങ്ങും. മെയ് 25-നാണ് കലാശ പോരാട്ടം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.